ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു കേക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ ഒരു കേക്കല്ല, സാധാരണ കേക്കും അല്ല കേട്ടോ. ഇത് ഞാൻ ഇതിൽ ഒരു തുള്ളി എണ്ണയും ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടില്ല. അതേസമയം ഗുണ്ടുമണി പോലെ ഇരിക്കുന്നുണ്ടോ. പക്ഷേ ഇത് ഞാൻ ഇതിൽ അരിയാണ് ചേർത്തിരിക്കുന്നത്. അരിയും നമ്മുടെ പംകിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ മത്തൻ തന്നെ. അപ്പോൾ അതൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് അന്തം വിട്ടല്ലേ, ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടോ എന്ന് അല്ലേ. എന്നാൽ അങ്ങനെ ഒരു കേക്കുണ്ട്. ഇത് എൻ്റെ ഒരു പരീക്ഷണമാണെന്നാണ് വിചാരിക്കാൻ കേട്ടോ. ഞാനൊന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞാൻ അത് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതും എന്തൊക്കെയാണ് ഇതിൻ്റെ ഐറ്റം നോക്കാമേ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പം 1 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, സാധാരണ പച്ചരി. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 മുട്ട, പിന്നെ ഈസ്റ്റ് വേണം. പിന്നെ വേണ്ടത് സോഡാപ്പൊടി വേണം. പിന്നെ മത്തനുണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യണം മത്തനാണ്. അത് ഇത്രയാണ് വേണ്ടത്. ഇനി അരി ഒന്ന് കഴുകി ഞാനൊന്ന് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം അരി ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന പച്ചരി വില കൂടിയ പച്ചരിയൊന്നുമല്ല, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, അതാണ്. ഇനി നമുക്ക് പംകിനൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്ന് എടുക്കാം. അപ്പം ഇപ്പം ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കി മാറ്റുകയാണേ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം 1-2 പ്രാവശ്യം നമുക്കൊന്ന് കഴുകാം കേട്ടോ. കഴുകി ഒന്ന് മാറ്റുകയാണേ. ഇനി ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. സ്റ്റീമറിൻ്റെ പാത്രമാണ്. അതൊന്ന് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ്, അത്രയും വേണ്ട, ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കണക്കാണ്, അങ്ങ് ഭയങ്കരമായിട്ട് ആവരുത്. ഈ ഒരു കണക്ക് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ആ പച്ചരി 2-3 മണിക്കൂറായപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. പംകിൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ബദാമിൻ്റെ നമ്മുടെ എമൽഷൻ എന്നൊക്കെ പറയില്ല, കളർ വിത്ത് എസൻസ്, അതാണ്. അപ്പോൾ അതൊന്ന് പാലിലോട്ടൊന്ന് ഞാൻ കലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കലർത്തി അത് കട്ടായി പോയിട്ടുണ്ട് പാലിൽ ചേർത്തത്. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ കുതിർന്ന അരി ഒന്ന് നമുക്ക് ഇടാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ വേവിച്ച പംകിനൂടെ ഒന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ 1 മുട്ട നമുക്കിതിൽ ചേർക്കാം. നമ്മൾ പൂർണ്ണമായിട്ട് എണ്ണ ഇതിൽ ഒട്ടും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ആ പഞ്ചസാര എടുത്ത് വെച്ചെങ്കിൽ പഞ്ചസാര നമുക്ക് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും, പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണ്, അതും ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഈ പാല്, നമ്മുടെ ആ എമൽഷൻ ചേർത്ത പാലൂടെ, ആ എമൽഷൻ ചേർത്തതിൻ്റെ കളറാണ് ആ പാലിന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഒരു തരി പോലും കാണരുത്. നന്നായിട്ട് അരച്ച് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഉണ്ടല്ലോ, ആ പൊടി കൂടെ ഈ സമയം നമുക്കൊന്ന് ചേർക്കാം. ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നല്ല പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. അല്പം കട്ടി തോന്നിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിനെ കഴുകി ഞാനിപ്പോൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇത്രേ പാടുള്ളൂ, കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇനി 2 മണിക്കൂറൊന്ന് ഫെർമെൻ്റ് ആയി വയ്ക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂറൊന്ന് കഴിഞ്ഞോട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണേ. കറക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. ഓവർ ലൂസോ ഭയങ്കര കട്ടിയോ ഒന്നും പാടില്ല. ഇത് കറക്റ്റ് ഫോമാണ് കേട്ടോ. ഈ ഒരു കണക്കാണ് ആയിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബെൻഡോ ടൈപ്പ് ചെറിയൊരു ടൈപ്പിലുള്ള ഒരു മോൾഡാണ് എടുക്കുന്നത്. ഇത് സിലിക്കോണിൻ്റെ ആണ്. അപ്പോൾ നമുക്കിതിലധികം എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മാവ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുടെ ചേർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ കുറച്ച് നല്ല ഇത് കടിക്കാനൊക്കെ കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും ഇതുകൂടെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് നമുക്ക് ഈ മോൾഡിലോട്ടൊന്ന് നിറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അത് കാണിച്ചാൽ നമുക്കിനി സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓരോ മോൾഡിൽ ഞാൻ ഇപ്പോൾ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ കുഞ്ഞ് കട്ടോരി പോലത്തെ പാത്രങ്ങളുണ്ടല്ലോ, ചെറിയ കട്ടോരി പോലെ കിട്ടും ഒരേ സൈസിനുള്ള. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ല നമ്മളില്ല വേറെ ഏതെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ആയാലും ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കേക്ക് ടിന്നായാലും മതി കേട്ടോ. അതിലോട്ട് നമുക്ക് നിറച്ചാൽ മതിയേ. ഇനി ഈ ബാറ്ററിൻ്റെ മീതെയും
ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിക്കാനും കിട്ടും, പിന്നെ കുറച്ച് കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. ഇത് നമ്മൾ ബേക്കല്ല ചെയ്യുന്നത്, ഇതൊന്ന് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല ഗുണ്ട് മണി പോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നന്ന കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് പതിയെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇല്ലെന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കേക്ക് ടിന്നാണ് വെക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് എനിക്കിപ്പം ഒരു 10-15 മിനിറ്റകത്ത് ഇതായത് കേട്ടോ. വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അല്പം ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ചൂട് മാറിയിട്ടുണ്ട്, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇനി നമുക്കൊന്ന് ആ മോൾഡൊന്ന് പതിയെ ഒന്ന് എടുക്കാം. കണ്ടോ, പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഗുണ്ട് മണി പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്കിന്ന് ഓരോന്നായിട്ട് ഇളക്കാമേ. കേട്ടോ, പോലും ഈ സിലിക്കോൺ മോൾഡ് ആയതുകൊണ്ടാണ് നമുക്കൊന്നും പറ്റി പിടിക്കാത്തത് കേട്ടോ. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വെള്ളം ഒഴിച്ചതൊക്കെ കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് വളരെ നോക്കി വേണം തന്നെ ഒഴിക്കാൻ. ഞാൻ പറഞ്ഞ അത്രയും ആ ഒരു സ്റ്റേജ് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ മാവൊക്കെ ഒഴിച്ചിട്ട് ട്യൂട്ടി ഫ്രൂട്ടി നിരത്തിയിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നുണ്ട്. അതവിടെ ഇരുന്ന് ആയിക്കോട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് മതി കേട്ടോ എല്ലാം കൂടെ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. അതും പെർഫെക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട്. വെടിച്ചൊക്കെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല വെടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വെന്തെന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ മാറ്റുകയാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ആ മോൾഡിൽ നിന്ന് ഞാൻ ഇപ്പോൾ പതിയെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. നമ്മളിതിൽ മുട്ട ചേർത്തത് കൊണ്ടാണ്, പക്ഷേ എന്നാൽ ഒരു തുള്ളി എണ്ണ പോലും നമ്മളിത് ചേർത്തിട്ടില്ല. പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഗുണ്ട് മണി പോലത്തെ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. സത്യം നിങ്ങളുടെ മുമ്പ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഞാൻ മുന്നേ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. സക്സസ് ആവുകയാണെങ്കിൽ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നേ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ എന്തായാലും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സത്യം വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കാനും കൂടെ നോക്കുകയാണ്. ഞാൻ മുറിച്ച് നോക്കി. കണ്ടല്ലോ, ഈ ഒരു കണക്കാണ്. അരിയൊക്കെ കൊണ്ട് ഇത്ര കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചതേയില്ല. ഞാൻ പറയില്ലേ, ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. സത്യം ഇത് പറഞ്ഞാലും എനിക്ക് ആ സന്തോഷം എനിക്ക് മതിയാവുന്നില്ല. പറഞ്ഞിട്ടും അത്രയ്ക്കുണ്ട് സന്തോഷം. കാരണം ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരിക്കലും ഞാൻ വരും വിചാരിച്ചാൽ ഒരു ശ്രമം പോലെ നടത്തിയതാണ്. പക്ഷെ എന്തായാലും ഇത് കറക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. ആ വെള്ളം ഒഴിക്കുന്ന കാര്യം മാത്രമാണ് ഇത്തിരി ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഇത്രയും ഗുണ്ട് മണിയായിട്ട് എല്ലാം നല്ല വെടിച്ച് നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതിപ്പം ഞാനിപ്പോൾ ഈ രീതി ചെയ്തതാണ്. നിങ്ങളിപ്പോൾ കേക്കിൻ്റെ ടിന്നിൽ തന്നെ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് എടുത്ത് കഴിക്കാൻ കണക്കിനാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും പംകിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി വെറുതെ കളയട്ട, അവിയൽ ഒന്നും ഉണ്ടാക്കി ചെയ്യേണ്ട. ഇതുപോലെ കേക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു തുള്ളി എണ്ണ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് എന്തിനാണ് ഈ എണ്ണ വാരി കഴിക്കുന്നത്? ഒരു തുള്ളി എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല. ആ ഒരു മുട്ടയുടെ ഇതിലാണ് ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ചേർത്ത ഈസ്റ്റാണ്. അപ്പം നല്ല ഈസ്റ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അത്രയും മാത്രം നോക്കിയാൽ മതി. ഏറ്റവും നല്ല അധികം പഴക്കമൊന്നുമില്ലാത്ത വാങ്ങിച്ചിട്ട് 1-2 ദിവസം അത് ഉടനെ വാങ്ങിച്ച് ചെയ്യുന്ന ഈസ്റ്റൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.